കമ്പനി 8000 കോടിക്ക് വിറ്റിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ഒരു വേദനിക്കുന്ന കോടീശ്വരന്റെ വാർത്ത കേട്ട് സങ്കടപ്പെട്ടവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. 8000 കോടി കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ശമ്പളം കിട്ടാൻ ഇനി പണിയെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് $60 മില്യൺ സാലറി പറഞ്ഞ ഒരു ജോലി കളഞ്ഞു. കാമുകിയുമായി ബ്രേക്കപ്പായി. ഇലോൺ മസ്കിനൊപ്പമുള്ള ജോലി ഉപേക്ഷിച്ചു. വിനയ് ഹൈർമാത്ത് എന്ന സംരംഭകൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് അവസാനമില്ല. 8000 കോടി കയ്യിലുണ്ടായിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലത്രേ. അതിൽ നിന്നൊരു 10 ലക്ഷം ഇങ്ങോട്ട് തന്നാൽ 10 മിനിറ്റ് നേരം കൊണ്ട് കാണിച്ചു തരാം എന്ത് ചെയ്യണമെന്ന്. പണക്കാരുടെ ഓരോ വിഷമങ്ങളെ സോഷ്യൽ മീഡിയ വന്ന കമന്റുകൾ കണ്ടാൽ ചിരിച്ച് കണ്ണു നിറഞ്ഞു പോകും. ഈ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ ദൈവമേ എന്ന വിനയ് ഹൈർമാത്തിന്റെ പ്രാർത്ഥന പക്ഷേ കുറച്ച് വൈകിപ്പോയി. മറ്റൊരു വേദനിക്കുന്ന കോടീശ്വരനും ഇപ്പോൾ ഇതേ അവസ്ഥയിലാണ്. കയ്യിൽ പൈസയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. 2018 $100 മില്യൺ തന്റെ കമ്പനി വിറ്റ് മില്യണയർ ആകുമ്പോൾ ജയ്കാസിന് 27 വയസ്സാണ് പ്രായം. ഇത് കേട്ട് 27-ാം വയസ്സിൽ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ച ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് വരികയാണെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ജയ്കാസിനെ പറ്റിയാണ്. 2018 ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമായുള്ള ആക്സസറി ബ്രാൻഡായ MVMT അഥവാ മൂവ്മെന്റ് വാച്ചസ് മൊവാഡ എന്നൊരു ഗ്രൂപ്പിന് വിറ്റു. $100 മില്യൺ ഒറ്റയടിക്ക് കയ്യിലെത്തിയത്. പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന മട്ടായിരുന്നു ആദ്യമെങ്കിൽ പതുക്കെ അതങ്ങ് മാറി. നോക്കുമ്പോൾ എന്താ, കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. കമ്പനി വിറ്റു. ഇനി എന്ത് ചെയ്യുമെന്ന ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഇതിനൊക്കെ ഇത്ര ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കയ്യിൽ കാശില്ലാത്ത നമ്മളെപ്പോലുള്ളവർക്കൊക്കെ തോന്നും. പക്ഷേ കോടീശ്വരന്മാരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് പ്രശ്നങ്ങൾ പലതാണ്. ജയ്കാസിന് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, പണം. എങ്ങനെയെങ്കിലും കുറെ കാശ് സമ്പാദിക്കണം. ഈ പ്രൈസ് നോക്കാതെ സാധനങ്ങൾ വാങ്ങുക എന്ന സാധാരണക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമുണ്ടല്ലോ, അത് തന്നെയായിരുന്നു ജയ്ക്കും സ്വപ്നം കണ്ടിരുന്നത്. പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADD എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ജയ്ക്കിന്. താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം കണ്ടെത്തിയാൽ പിന്നെ അതിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധ, അതും അമിതമായ ശ്രദ്ധ. അതിനുവേണ്ടി കഠിനമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ബിസിനസ് തുടങ്ങുന്നത്. നമ്മളൊക്കെ ലോലിപോപ്പ് വാങ്ങാൻ വീട്ടിൽ നിന്ന് ₹1 തപ്പി നടക്കുന്ന പ്രായത്തിൽ ഇദ്ദേഹം സ്കൂളിൽ ലോലിപോപ്പ് വിൽക്കാൻ തുടങ്ങി. കോളേജിൽ എത്തുമ്പോഴേക്ക് വർഷങ്ങളുടെ ബിസിനസ് എക്സ്പീരിയൻസ് കൈമുതലായി ഉണ്ടായിരുന്നു ജയ്ക്കിന്. 2008 ഗ്ലോ ഇൻ ദി ഡാർക്ക് ടീഷർട്ടുകളുടെ ബിസിനസ് ആരംഭിച്ചു. ഇരുട്ടത്ത് തിളങ്ങുന്ന ടീഷർട്ട് തന്നെ. ജയ്ക്ക് സാന്താ ബാർബറ സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു ഇത്. ബിസിനസിന് പിന്നാലെ പോയതോടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ പഠനം ഉപേക്ഷിച്ചു. എന്തിനാണ് അന്ന് കോളേജ് വിട്ടതെന്ന് ജയ്ക്കിന് ഇപ്പോഴും അറിയില്ല. അതാണ് ശരിയെന്ന് തോന്നി അത് ചെയ്തു. പക്ഷേ ആ ബിസിനസ് അത്ര വിജയമായിരുന്നില്ല. ഇതേ ഫീൽഡിലുള്ള എതിരാളികൾ ഡിജിറ്റലിലേക്ക് മാറിയതോടെ ജയ്ക്കിന്റെ ബിസിനസ് തകർന്നു. തോറ്റാണല്ലോ ജയിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ തകർന്ന ബിസിനസ്സിൽ നിന്ന് പഠിച്ച പാഠവുമായി അടുത്ത സംരംഭത്തിലേക്ക് ഇറങ്ങി ജയ്ക്ക്. അങ്ങനെ 2013 ജൂണിൽ തന്റെ കോളേജ് റൂംമേറ്റ് ക്ലാവർ ലാംപ്ലാന്റിനൊപ്പം ഓൺലൈനായി MVMT വാച്ചസ് സ്ഥാപിച്ചു. 5 വർഷത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സിനെ നേടി. 45 ജീവനക്കാരുള്ള ഒരു ടീമിനെ കെട്ടിപ്പടുത്തു. ഒടുവിൽ $100 മില്യൺ കമ്പനി വിറ്റു. ചെറുപ്പം മുതൽ 1 ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പണം. എങ്ങനെയും പണം സമ്പാദിക്കുക. ഒടുവിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാങ്ക് ബാലൻസ് ഒരു ഫോൺ നമ്പർ പോലെയായിരുന്നു. എല്ലാം മാറിയിരിക്കുന്നു, എന്നാൽ ഒന്നും തന്നെ മാറിയതുമില്ല. ചുരുക്കത്തിൽ ആഗ്രഹിച്ചത്ര പണം കയ്യിൽ വന്നതിന് ശേഷം ജയ്ക്കിന്റെ മനസമാധാനം അങ്ങ് പോയി കിട്ടി. നല്ലൊരു ലൈഫ് സ്റ്റൈൽ, കുടുംബത്തെയും സുഹൃത്തുക്കളെയും സാമ്പത്തികമായി സഹായിച്ചു. പക്ഷേ മുൻപ് ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും ഒക്കെ ഉണ്ടായിരുന്ന ജയ്ക്കിന്റെ മാനസിക നില പതിയെ തകരാറിലാകാൻ തുടങ്ങി. ജയ്ക്കിന് ഇപ്പോൾ 33 വയസ്സാണ് പ്രായം. മുമ്പ് മൂവ്മെന്റ് വാച്ചസിനെ കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചുമെല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാനില്ല. കയ്യിൽ പണമുണ്ട്, പക്ഷേ പഴയ ആവേശവും വ്യക്തിത്വവുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. പണക്കാരനായ ഡിപ്രഷനുള്ള വ്യക്തിയോട് ആളുകൾക്ക് എങ്ങനെയാണ് സഹാനുഭൂതി തോന്നുക എന്ന് ചോദിക്കുന്നുണ്ട് ജയ്ക്ക്. 2024 ടേണിംഗ് പോയിന്റ്. സുഹൃത്തുക്കളോടൊപ്പം ഓസ്ട്രേലിയയിൽ എത്തിയതായിരുന്നു ജയ്ക്ക്. ഹോട്ടൽ മുറിയിൽ വെച്ച് പാനിക് അറ്റാക്ക് ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം അന്നാണ് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം ആഴ്ചകൾ കടന്നുപോയി. ജീവിതം ആസ്വദിക്കാനും ലക്ഷ്യബോധം ഉണ്ടാകാനും പുതുതായി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ജയ്ക്കിന് മനസ്സിലായി. വീഡിയോഗ്രാഫി ഇഷ്ടമാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കഥയും പറയും. എന്നാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങാമെന്നായി. ഇന്ന് ജയ്ക്ക് തന്റെ യൂട്യൂബ് ചാനലിന്റെ പണിപ്പുരയിലാണ്. പ്രീബയോട്ടിക് സോഡ കമ്പനിയായ ഒലിപോപ്പ്, സോസ് കമ്പനിയായ ട്രഫ് എന്നിവയടക്കമുള്ള ചില കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. പണം കൊടുത്ത് മനസമാധാനം വാങ്ങാൻ കഴിയില്ലല്ലോ. പണം ഇല്ലാതിരിക്കുന്നതിനേക്കാൾ കയ്യിലുള്ളത് തന്നെയാണ് നല്ലത്. പക്ഷേ മനസ്സിന് സന്തോഷം തരുന്ന കൂടുതലൊന്നും ചെയ്യാൻ പണം കൊണ്ട് കഴിയില്ലെന്നും പറയുന്നുണ്ട് ജയ്ക്ക്. ഇതാണ് വേദനിക്കുന്ന കോടീശ്വരന്റെ കഥ. പൈസക്കാർക്ക് എന്തുമാകാമല്ലോ എന്ന് ചിന്തിക്കേണ്ട, എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ തുടക്കം ഒരാളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയിരുന്നല്ലോ.
ലൂം എന്ന കമ്പനിയുടെ സഹസ്ഥാപകനായ വിനയ് ഹയർമാത് ഇന്ത്യക്കാരനാണ്. 2023 വിനയ് തന്റെ സ്റ്റാർട്ടപ്പ് വിറ്റത്. $975 മില്യൺ അഥവാ 8375 കോടിയോളം രൂപയ്ക്കാണ് കമ്പനി വിറ്റത്. ഇതിനുശേഷം ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി ഒടുവിൽ ഹിമാലയം കീഴടക്കാൻ പോയിരുന്നു ഇദ്ദേഹം. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. പിന്നീട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ US ഹവായിൽ അദ്ദേഹം ഫിസിക്സ് പഠനം തുടരുകയാണ്.